നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. ബ്രിട്ടനിൽ നടന്ന അഭിപ്രായ സർവേയിൽ കെയർ സ്റ്റാർമറെയും നെയ്മൽ ഫരാജിനെയും പിന്നിലാക്കി കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബൈഡ്നോക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് ഒന്നാമത്. ജനപിന്തുണയുടെ കാര്യത്തിൽ എന്നാൽ കൺസർവേറ്റീവ് പാർട്ടി ഫരാജിന്റെയും ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കും പുറകിൽ മൂന്നാമത്. കൺസർവേറ്റീവ് പാർട്ടിക്ക് 21%, ലേബർ പാർട്ടിക്ക് 23%, നൈജൽ ഫറാജിന്റെ പാർട്ടിയെ പിന്തുണച്ചത് 30% പേരും. പ്രഭുസഭയിലും സ്റ്റാർമർക്ക് തിരിച്ചടി. യുകെയിൽ പുതിയ ഇമിഗ്രേഷൻ നിയന്ത്രണം വരുന്നു. പുതിയ ഇമിഗ്രേഷൻ നിയന്ത്രണം കുടുംബാംഗങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കേണ്ട അവസ്ഥ വന്നു ചേരുമെന്ന് ഭയന്ന വിദേശ നഴ്സുമാർ. പുതിയ കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ ലേബർ പാർട്ടി എംപിമാർക്കിടയിൽ ഭിന്നത. യുകെയിൽ ജീവിക്കുന്ന 3 ലക്ഷത്തിലധികം കുട്ടികൾ അവർക്ക് PR ലഭിക്കാൻ 10 വർഷക്കാലം കാത്തിരിക്കേണ്ടി വരും. ജീവിതം ദുരിതപൂർണമായ 50,000-ലധികം നഴ്സുമാർ ബ്രിട്ടൻ വിടാൻ ഒരുങ്ങുന്നു. ഇന്ത്യ യുകെയുമായും നോർത്തേൺ അയർലൻഡുമായും പുതിയ കരാറിൽ ഒപ്പുവെച്ചു. സാമൂഹ്യ സുരക്ഷയുമായും അതിനുള്ള പണവിഹിതമായും ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് പുതിയ കരാർ. താൽക്കാലിക അടിസ്ഥാനത്തിൽ യുകെയിലോ നോർത്തേൺ അയർലൻഡിലോ ജോലിക്ക് പോകുന്ന ഇന്ത്യക്കാർക്ക് പുതിയ കരാർ പ്രകാരം നാഷണൽ ഇൻഷുറൻസ് വിഹിതം നൽകേണ്ടി വരില്ല. ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് ഇരട്ട സാമൂഹ്യ സുരക്ഷാ കോൺട്രിബ്യൂഷൻ ഇനി മുതൽ നൽകേണ്ടതില്ല. ലൈംഗികാതിക്രമ കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കേസിൽ അറ്റോർണി ജനറൽ പാം ബോണ്ടിയെ ഹൗസ് ജുഡീഷ്യൽ കമ്മിറ്റി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. എപ്സ്റ്റീൻ ഇരകളോട് മാപ്പ് പറയണമെന്ന് ബോണ്ടിയോട് ആവശ്യപ്പെട്ട ഡെമോക്രാറ്റിക് അംഗം പ്രമീള ജയ്പാൽ ഫെഡറൽ അന്വേഷണം പര്യാപ്തമല്ലെന്നും ഇരകളെ കൈകാര്യം ചെയ്ത രീതിയിൽ വലിയ പരാജയമാണ് ഉണ്ടായതെന്നും എപ്സ്റ്റീൻ കേസിലെ പരാതിക്കാരി വെർജീനിയ ജിഫ്രയുടെ സഹോദരൻ സ്കൈറോക്ക്. കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകൾ റദ്ദാക്കുന്നതിനുള്ള പ്രമേയം US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് അംഗീകരിച്ചു. പ്രമേയം പാസ്സായത് 219-211 എന്ന ഭൂരിപക്ഷത്തിൽ. വോട്ടെടുപ്പ് നടന്നത് ട്രംപിന്റെ ശക്തമായ മുന്നറിയിപ്പുകളെ അവഗണിച്ച്. 6 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഡെമോക്രാറ്റുകൾക്കൊപ്പം വോട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം കാനഡ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഏർപ്പെടുത്തിയത് 35% തീരുവ. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് പുരോഗമിക്കുന്നു. ഇന്ന് അർദ്ധരാത്രി വരെ നീളുന്ന പണിമുടക്കിൽ രാജ്യത്തെ 10ഓളം ട്രേഡ് യൂണിയനുകളിൽ ഉൾപ്പെട്ട തൊഴിലാളികൾ പങ്കെടുക്കുന്നു. പണിമുടക്കിന് സർക്കാർ ഡൈസ്നോൺ പ്രഖ്യാപിച്ചു. പണിമുടക്കുന്നവർക്ക് ഇന്നത്തെ ശമ്പളം ലഭിക്കില്ല. കേരളത്തിൽ പണിമുടക്ക് സമ്പൂർണ്ണം. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ കുമ്പസാരം. US ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനെ 3-4 തവണ താൻ കണ്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കി ഹർദീപ് സിംഗ് പുരി. താൻ എപ്സ്റ്റീനെ കണ്ടിട്ടുള്ളത് IPAയുടെ ഭാഗമായി മാത്രമാണെന്നും 8 വർഷത്തിനിടയിൽ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ആകെ 2 പരാമർശങ്ങൾ മാത്രമാണ് തന്നെ കുറിച്ച് വന്നിട്ടുള്ളതെന്നും പെട്രോളിയം മന്ത്രി. ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും മന്ത്രി. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. അയ്യപ്പ സംഗമത്തിലെ വരവ് ചെലവ് കണക്കുകളിൽ കണ്ടെത്തിയ പൊരുത്തക്കേടുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഓഡിറ്റ് വകുപ്പും വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി. അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് അവകാശം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നൽകിയത് ടെൻഡറില്ലാതെ. പൊരുത്തക്കേടുകളിലെ വിശദീകരണം ഫെബ്രുവരി 27-നകം നൽകണമെന്ന് കോടതി. വിശദമായ വാർത്തകളിലേക്ക്. അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കണമെന്ന അഭിപ്രായ സർവേയിൽ കെയർ സ്റ്റാർമറെയും നൈജൽ ഫറാജിനെയും പിന്നിലാക്കി കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബൈഡ്നോക്ക് 1-ാം സ്ഥാനത്ത്. നേതാവ് 1-ാം സ്ഥാനത്തെത്തിയപ്പോഴും കൺസർവേറ്റീവ് പാർട്ടിയുടെ സ്ഥിതി ദയനീയമായി തുടരുകയാണ് എന്നത് ബ്രിട്ടനിലെ വർത്തമാനകാല രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളുടെ നേർക്കാഴ്ചയാകുന്നു. ഫറാജിന്റെ റിഫോമിനും ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കും പുറകിലായി 3-ാം സ്ഥാനത്താണ് ജനപിന്തുണയുടെ കാര്യത്തിൽ കൺസർവേറ്റീവ് പാർട്ടി. തെരഞ്ഞെടുപ്പ് ഉടൻ വന്നാൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞവർ വെറും 21% മാത്രമായിരുന്നു. 23% പേർ ലേബർ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ 30% പേരായിരുന്നു നൈജൽ ഫറാജിന്റെ പാർട്ടിയെ പിന്തുണച്ചത്. മികച്ച പ്രധാനമന്ത്രി ആരാകുമെന്നതിനും ജനങ്ങൾ ഫറാജിന്റെ പേരാണ് പറഞ്ഞത് എങ്കിലും 21% പേർ മാത്രമാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചത്. സർവേയിൽ പങ്കെടുത്തവരിൽ 37% പേരും ചിന്തിക്കുന്നത് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട 5 പാർട്ടികളുടെ നേതാക്കൾക്ക് ആർക്കും തന്നെ ഒരു മികച്ച പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല എന്നാണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പങ്കുവച്ച ഒരു വ്യക്തിക്കായി പ്രചരണം നടത്തിയെന്ന് വ്യക്തമായിട്ടും ലോർഡ് മാത്യു ഡോയലിനെ പ്രഭുസഭയിൽ എത്തിക്കുന്നതിന് കൂട്ടുനിന്നത് കീർ സ്റ്റാർമർക്കെതിരെ പ്രഭുസഭയിലും രൂക്ഷ വിമർശനത്തിന് ഇടയാക്കി. മുൻ ഡോക്ടർക്ക് പ്രഭു പദവി നൽകുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത് തടയാൻ തനിക്കാവില്ല എന്ന സ്റ്റാർമറുടെ പ്രസ്താവനയ്ക്കെതിരെയാണ്
പ്രഭുസഭയിൽ രൂക്ഷ വിമർശനം ഉയർന്നത്. ഡിസംബർ 28 പുറത്തു വന്ന മാധ്യമ വാർത്തകൾ സ്റ്റാർമർ വായിച്ചിരുന്നുവെങ്കിൽ കൂടി ഡിസംബർ 10 നൽകിയ ബഹുമതി തിരിച്ചെടുക്കാൻ കഴിയില്ലായിരുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത്. എന്നാൽ പ്രഭു പദവിയുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം പത്രവാർത്തകൾ വന്ന് പിന്നെയും 2 ആഴ്ച കഴിഞ്ഞ് ജനുവരി 8 എടുത്തത് എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. പാർലമെന്റ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ സ്വകാര്യ കത്ത് തങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ പ്രഭുസഭ 1958 ലൈഫ് പേറേജസ് ആക്ട് പ്രകാരം ലെറ്റേഴ്സ് പേറ്റന്റ് സീൽ ചെയ്തതിനു ശേഷം മാത്രമേ പ്രഭു പദവി ലഭിക്കുകയുള്ളൂ എന്നും വ്യക്തമാക്കി. ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന മെട്രോപൊളിറ്റൻ പോലീസുമായും തെംസ് വാലി പോലീസുമായും തങ്ങൾ നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്ന് പ്രോസിക്യൂട്ടർമാർ വെളിപ്പെടുത്തി. അതേസമയം ഈ ഘട്ടത്തിൽ ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിനോട് ഔദ്യോഗികമായ ഉപദേശം തേടിയിട്ടില്ലെന്നും ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻ സ്റ്റീഫൻ പാർക്കിൻസൺ വ്യക്തമാക്കി. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടയിൽ എപ്സ്റ്റീന്റെ സ്വകാര്യ വിമാനമായ ലോലിത എക്സ്പ്രസുമായി ബന്ധപ്പെട്ട പുതിയ അന്വേഷണത്തിന്റെ ഭാഗമായി ആൻഡ്രൂവിനെയും ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഗോർഡോൺ ബ്രൗൺ രംഗത്തെത്തി. സ്റ്റാൻഡേർഡ്സ് വിമാനത്താവളം വഴി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക വൃത്തിക്കായിട്ട് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കേസിലെ അന്വേഷണത്തിലാണ് ആൻഡ്രൂവിനെ കൂടി ചോദ്യം ചെയ്യണമെന്ന് മുൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എസെക്സിലെ വിമാനത്താവളത്തിൽ വെച്ച പെൺകുട്ടികളെ എപ്സ്റ്റീന്റെ വിമാനത്തിൽ നിന്നും മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റിയതായും അദ്ദേഹം ആരോപിച്ചു. അതേസമയം യുകെയുടെ വ്യാപാര പ്രതിനിധി എന്ന നിലയിൽ ആൻഡ്രൂ പലതവണ തന്ത്രപ്രധാന വിവരങ്ങളും അതുപോലെ തന്നെ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീനുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് എന്ന ആരോപണത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് തെംസ് വാലി പോലീസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഹോങ്കോങ്, വിയറ്റ്നാം, സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്ക് നടത്തിയ ഔദ്യോഗിക സന്ദർശനങ്ങളുടെ വിവരങ്ങൾ ചോർത്തി നൽകിയ ഇമെയിൽ സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിരുന്നു. തന്ത്രപ്രധാന രേഖകൾ എപ്സ്റ്റീന് ചോർത്തി നൽകിയതിനെ മാൻഡേഴ്സിനെതിരെയും മറ്റൊരു അന്വേഷണം നടക്കുന്നുണ്ട്. സാമ്പത്തിക അട്ടിമറി എന്ന് വിളിക്കുന്ന പുതിയ ഇമിഗ്രേഷൻ നിയന്ത്രണം നടപ്പിലാകുന്നതോടെ കുടുംബാംഗങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കേണ്ട അവസ്ഥ വന്നു ചേരുമെന്ന് ഭയക്കുന്നതായി വിദേശ നഴ്സുമാരുടെ കുടുംബാംഗങ്ങൾ പറയുന്നു. ജോലിക്കോ പഠനത്തിനോ ആയി ബ്രിട്ടനിലെത്തിയ 1000-ലേറെ പേർക്കിടയിൽ നടത്തിയ സർവേയിൽ പങ്കെടുത്തവരിൽ 5-3 പേരും കുടുംബാംഗങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വരുമെന്ന് ആശങ്കപ്പെടുകയാണ്. റിഫോം യുകെയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിക്ക് കൂച്ചുവിലങ്ങിടാൻ ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തങ്ങൾ യുകെയിൽ സ്വീകാര്യരല്ല എന്ന തോന്നൽ ഉണ്ടാക്കുന്നതായി സർവേയിൽ പങ്കെടുത്തവരിൽ 3-2 പേരും പറയുന്നു. നൈജൽ ഫറാജിനെ തളയ്ക്കാൻ കൊണ്ടുവന്ന പുതിയ കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ ലേബർ പാർട്ടി എംപിമാർക്കിടയിൽ തന്നെ എതിർപ്പുണ്ട്. പുതിയ നിയമം അനുസരിച്ച് ബ്രിട്ടനിൽ സ്ഥിര താമസമാക്കുന്നതിനുള്ള അനുമതി, അതായത് PR ലഭിക്കണമെങ്കിൽ 10 വർഷമെങ്കിലും ബ്രിട്ടനിൽ ഉണ്ടാകണം. നേരത്തെ അത് 5 വർഷമായിരുന്നു. അതേസമയം നിരവധി കേഡർമാർ ഉൾപ്പെടുന്ന ബിലോ ഗ്രാജുവേറ്റ് ലെവൽ ജോലികളിൽ ഉള്ളവർക്ക് ഇത് 15 വർഷമാണ്. കുടിയേറ്റക്കാർ ബ്രിട്ടീഷ് സമ്പദ്ഘടനയുടെ അതിപ്രധാന മേഖലകളിൽ ആവശ്യമായ നൈപുണികൾ കൊണ്ടുവരുന്നുണ്ട് എന്നും തങ്ങളുടെ സർവേയിൽ പങ്കെടുത്തവരിൽ പകുതിയോളം പേർ അതീവ പ്രാധാന്യമുള്ള NHS, സോഷ്യൽ കെയർ, IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് എന്നും സർവേ നടത്തിയ ചാരിറ്റി സംഘടനയായ പ്രാക്സിസ് പറയുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പബ്ലിക് പോളിസി റിസർച്ച് ഈ ആഴ്ച ഈ സർവേ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിലവിൽ യുകെയിൽ ജീവിക്കുന്ന 3 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ബ്രിട്ടനിൽ PR ലഭിക്കുവാൻ പുതിയ നിയമപ്രകാരം 10 വർഷക്കാലം കാത്തിരിക്കേണ്ടതായി വരും. മാത്രമല്ല, ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധി ഗുരുതരമാക്കിക്കൊണ്ട് 50,000-ലധികം നഴ്സുമാർ ബ്രിട്ടൻ വിടാൻ നിർബന്ധിതരാകുമെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു. ബ്രിട്ടനിൽ തുടരാൻ തീരുമാനിച്ചാൽ തന്നെ പലർക്കും കുടുംബത്തോടൊപ്പം കഴിയാൻ കഴിഞ്ഞേക്കില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം അവസാനത്തെ കണക്കനുസരിച്ച് പെർമനന്റ് റെസിഡന്റ് സ്റ്റാറ്റസിനായി 17 ലക്ഷം പേർ കാത്തിരിക്കുന്നുണ്ട്. ഇവർക്ക് ഇനിയൊരു 5 വർഷക്കാലം കൂടി കാത്തിരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഒരാൾക്ക് 20,000 പൗണ്ടിന്റെ അധിക ചിലവുണ്ടാക്കും. 2009 ബ്രിട്ടനിലെത്തിയ ഒരു ഹെൽത്ത് കെയർ വർക്കർ പറയുന്നത് താൻ ബ്രിട്ടനിൽ നികുതി നൽകുകയും തന്റെ കുട്ടികളെ ഇവിടെ വളർത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ തുടരുന്ന അനിശ്ചിതാവസ്ഥ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കിയിരിക്കുകയാണ് എന്നാണ്. സാമൂഹ്യ സുരക്ഷയുമായും അതിനുള്ള പണവിഹിതവുമായും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യ യുകെയുമായും നോർത്തേൺ അയർലൻഡുമായും പുതിയ കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഇന്ത്യയിലെ ബ്രിട്ടീഷ് കമ്മീഷണർ ലിൻഡി കാമറൂണുമാണ് കരാറിൽ ഒപ്പിട്ടത്. ന്യൂഡൽഹിയിൽ വെച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു കരാറിൽ ഒപ്പിട്ടത്. പുതിയ കരാർ അനുസരിച്ച് ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് ഇരട്ട സാമൂഹ്യ സുരക്ഷാ കോൺട്രിബ്യൂഷൻ നൽകേണ്ടതായി വരില്ല. അതായത്
താൽക്കാലിക അടിസ്ഥാനത്തിൽ യുകെയിലോ നോർത്തേൺ അയർലൻഡിലോ ജോലിക്ക് പോകുന്ന ഇന്ത്യക്കാർക്ക് അവിടെ നാഷണൽ ഇൻഷുറൻസ് വിഹിതം നൽകേണ്ടി വരില്ല എന്നർത്ഥം. 3 വർഷം വരെ ജോലി ചെയ്യുന്നവർക്കാണ് ഈ ഇളവ് ലഭിക്കുക. ഈ കരാർ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബൃഹത്തായ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമാണ് എന്നും വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ കരാറും പ്രാബല്യത്തിൽ വരുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് കൊളംബിയയിലെ ടംബ്ലർ റീഡിൽ നടന്ന സമാനതകളില്ലാത്ത അക്രമ സംഭവങ്ങളിൽ വിദ്യാർത്ഥികളടക്കം 9 പേർ കൊല്ലപ്പെട്ടു. ടംബ്ലർ റിഡ് സെക്കൻഡറി സ്കൂളിൽ അതിക്രമിച്ചു കയറിയ അക്രമി നടത്തിയ വെടിവെപ്പിൽ 7 പേരാണ് തൽക്ഷണം മരിച്ചത്. തോക്കുധാരിയുടെ താണ്ഡവത്തിൽ സ്കൂൾ പരിസരം നിമിഷ നേരം കൊണ്ട് യുദ്ധക്കളമായി മാറി. അക്രമി എന്ന് സംശയിക്കുന്ന വ്യക്തിയെ സ്കൂളിൽ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇയാൾ സ്വയം വെടിവെച്ചു മരിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തെ തുടർന്ന് പ്രവിശ്യയിൽ കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രദേശത്തെ വിദ്യാലയങ്ങളിൽ ഉടൻ അടച്ചുപൂട്ടുകയും പോലീസ് സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിരുന്നു. കാനഡയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാരുണമായ വെടിവയ്പ്പുകളിൽ ഒന്നാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. അക്രമത്തിന്റെ കാരണം കണ്ടെത്താൻ റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് വിപുലമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളിലെ ആക്രമണത്തിന് പിന്നാലെ സമീപത്തെ മറ്റൊരു താമസ സ്ഥലത്ത് നിന്ന് 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ ആകെ മരണസംഖ്യ 9 സംഭവത്തിൽ 20-ലധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ലൈംഗികാതിക്രമ കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൈകാര്യം ചെയ്തതും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടതുമായ ആരോപണങ്ങളൊക്കെ ചുറ്റിപ്പറ്റി അറ്റോർണി ജനറൽ പാം ബോണ്ടിയെ ഹൗസ് ജുഡീഷ്യറി കമ്മിറ്റിയിൽ മണിക്കൂറുകളോളം കടുത്ത ചോദ്യം ചെയ്യലിന് വിധേയാക്കി. ഹിയറിംഗിനിടെ കടുത്ത വാക്കേറ്റങ്ങളാണ് അരങ്ങേറിയത്. ഹിയറിംഗ് ആരംഭിച്ച ഉടൻ ഡെമോക്രാറ്റിക് അംഗം പ്രമീള ജയപാൽ ഹിയറിംഗിൽ പങ്കെടുത്തിരുന്ന എപ്സ്റ്റീൻ ഇരകളോട് മാപ്പ് പറയണമെന്ന് ബോണ്ടിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ബോണ്ടി അത് നിരസിച്ചു. നാടകീയതയ്ക്ക് വഴങ്ങില്ല എന്നായിരുന്നു ബോണ്ടിയുടെ മറുപടി. എന്നാൽ തന്റെ പ്രസംഗത്തിൽ ഇരകളോടുള്ള സഹാനുഭൂതി രേഖപ്പെടുത്തിയ ബോണ്ടി എന്റെ മുഴുവനും കരിയറും ഇരകൾക്കായി പോരാടുന്നതിനാണ് എന്നും അവർ അനുഭവിച്ച വേദനയ്ക്ക് ഞാൻ ഖേദിക്കുന്നുവെന്നും പറഞ്ഞു. എപ്സ്റ്റീൻ ഫയലുകൾ പൂർണ്ണമായി പുറത്തുവിടാത്തതിനെ കുറിച്ച് ഇരുപക്ഷത്തെയും നിയമനിർമ്മാതാക്കൾ വിമർശനമുന്നയിച്ചു. എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് അനുസരിച്ച് ഇരകളുടെ പേരുകൾ മായ്ച്ചു പ്രസിദ്ധീകരിക്കേണ്ടതാണ് എങ്കിലും ചില ഇരകളുടെ പേരുകൾ പുറത്തു വന്നതായി ആരോപണമുയർന്നു. നിയമം നിർദ്ദേശിച്ചതിന് വിരുദ്ധമായി ഇരകളുടെ പേരുകൾ പ്രസിദ്ധീകരിച്ചു എന്ന് ഡെമോക്രാറ്റിക് നേതാവ് ജെയ്മി റാസ്കിൻ ആരോപിച്ചു. ഇതിനു മറുപടിയായി ചില ഡെമോക്രാറ്റുകൾ രാഷ്ട്രീയ നാടകത്തിൽ ഏർപ്പെടുകയാണ് എന്ന് ബോണ്ടി ആരോപണം ഉന്നയിച്ചു. റാസ്കിനെതിരെ വ്യക്തിപരമായിട്ടുള്ള പരാമർശവും നടത്തി. റിപ്പബ്ലിക്കൻ അംഗം തോമസ് മാസിയുമായും ബോണ്ടി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു. ഫയലുകൾ പൂർണ്ണമായി പാലിക്കാത്തതിനെ കുറിച്ച് മാസി വിമർശിച്ചപ്പോൾ ബോണ്ടി അദ്ദേഹത്തിന് ട്രംപ് ഡെറഞ്ചസ് സിൻഡ്രോം എന്ന് ആരോപിച്ചു. മറുപടിയായിട്ട് പതിറ്റാണ്ടുകളായി ഫയലുകൾ മറച്ചുവെക്കുകയാണ് എന്ന് മാസിയുടെ ആരോപണമുണ്ടായി. ഇതിനിടെ ഇരകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെട്ടേക്കുമെന്ന് കണ്ടെത്തിയ ആയിരക്കണക്കിന് രേഖകൾ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തതായി നീതി വകുപ്പ് വ്യക്തമാക്കി. ഡെമോക്രാറ്റിക് അംഗം ഡെബോറ റോസ് എപ്സ്റ്റീന്റെ കൂട്ടുപ്രതി കിസ്ലൈൻ മാക്സ്വെല്ലിനെ ഫ്ലോറിഡയിലെ ഫെഡറൽ ജയിലിൽ നിന്ന് ടെക്സസിലെ കുറഞ്ഞ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയതിനെ കുറിച്ച് ചോദ്യം ചെയ്തു. അവളെ മാറ്റിയ കാര്യം എനിക്ക് അറിയില്ലായിരുന്നുവെന്ന് ബോണ്ടി പറഞ്ഞു. മാക്സ്വെൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ബോണ്ടി പരാമർശിച്ചു. ഹിയറിംഗിനിടെ എപ്സ്റ്റീൻ ഇരകളിൽ ചിലരും കുടുംബാംഗങ്ങളും ഹാജരായിരുന്നു. ഫെഡറൽ അന്വേഷണം പര്യാപ്തമല്ലെന്ന് അവർ വിമർശിച്ചു. ഇരകളെ കൈകാര്യം ചെയ്ത രീതിയിൽ വലിയ പരാജയമാണ് ഉണ്ടായത് എന്ന് എപ്സ്റ്റീൻ കേസിൽ പ്രധാന പരാതിക്കാരിയായിട്ടുള്ള വർജീനിയ ജിഫ്രയുടെ സഹോദരൻ സ്കൈ റോബർട്സ് പറഞ്ഞു. കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകൾ റദ്ദാക്കുന്നതിനുള്ള പ്രമേയം US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് അംഗീകരിച്ചു. ട്രംപിന്റെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് വോട്ടെടുപ്പ് നടന്നത്. പ്രമേയം 219-211 എന്ന ഭൂരിപക്ഷത്തിലാണ് പാസാക്കിയത്. 6 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഡെമോക്രാറ്റുകൾക്കൊപ്പം വോട്ട് ചെയ്തു. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ വർഷം കാനഡ ഉൽപ്പന്നങ്ങളിൽ 35% വരെ തീരുവ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ എണ്ണ ഇറക്കുമതികൾക്ക് കുറവ് നിരക്കുകളും US മെക്സിക്കോ കാനഡ കരാർ അതുപ്രകാരം വരുന്ന സാധനങ്ങൾക്ക് വ്യാപക ഇളവുകളും നൽകിയിരുന്നു. കാനഡയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് അല്ലെങ്കിൽ കാനഡയിൽ നിന്നുള്ള ഏകദേശം 80% ഇറക്കുമതികൾക്കും USMCA മാനദണ്ഡങ്ങൾ ബാധകമായതിനാൽ അവ തീരുവയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ തന്നെ തീരുവയ്ക്കെതിരെ വോട്ട് ചെയ്യുന്ന റിപ്പബ്ലിക്കൻ അംഗങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകി. തിരുവായ്ക്കെതിരെ വോട്ട് ചെയ്യുന്നവർ പ്രൈമറികളിൽ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഗൗരവമായിട്ടുള്ള ഫലങ്ങൾ നേരിടുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചുവച്ചത്. അതേസമയം തീരുവകൾ അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് നികുതിയാണെന്ന് ചൂണ്ടിക്കാട്ടിയ റിപ്പബ്ലിക്കൻ അംഗം ഡോൺ ബക്കൺ വിഷയത്തിൽ തുറന്ന ചർച്ചയും വോട്ടെടുപ്പും വേണമെന്ന് അഭിപ്രായപ്പെട്ടു.
തീരുവ വിഷയത്തിൽ വോട്ടെടുപ്പ് നടത്തുന്നത് തടഞ്ഞിരുന്ന വ്യവസ്ഥയുടെ കാലാവധി കഴിഞ്ഞതോടെയാണ് പ്രമേയം പരിഗണിക്കാനായത്. ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ ഈ വിലക്ക് പുതുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും 3 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഡെമോക്രാറ്റുകൾക്കൊപ്പം ചേർന്ന് അതിനെ തടഞ്ഞു. പ്രമേയം സെനറ്റിൽ പാസ്സായാലും ട്രംപ് വീറ്റോ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിനാൽ നിയമമായി മാറാനുള്ള സാധ്യതയിൽ ഉറപ്പില്ല. എന്നിരുന്നാലും ഹൗസിൽ 6 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ പിന്തിരിഞ്ഞത് ട്രംപിന്റെ ചെറുതായ ഭൂരിപക്ഷത്തിലെ പിടുത്തം ദുർബലമാകുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ട്രംപ് ആദ്യ കാലാവധിയിൽ ഒപ്പുവെച്ച US മെക്സിക്കോ കാനഡ വ്യാപാര കരാറിൽ നിന്ന് പിന്മാറുന്നതും സ്വകാര്യമായിട്ട് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അത്തരമൊരു നീക്കം വടക്കേ അമേരിക്കൻ വ്യാപാര ബന്ധങ്ങളിൽ കൂടുതൽ സംഘർഷം സൃഷ്ടിക്കാൻ ഇടയാക്കും. കാനഡ ഉൾപ്പെടെയുള്ള വ്യാപാര പങ്കാളികൾക്കെതിരെ ട്രംപ് അടിയന്തര സാമ്പത്തിക അധികാരങ്ങൾ ഉപയോഗിച്ച് വിവിധ ഘട്ടങ്ങൾ തീരുവകൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ വ്യാപക ഇളവുകൾ കാരണം കാനഡയ്ക്കുണ്ടായ ആഘാതം ഭാഗികമായിട്ട് കുറയുകയായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. 2025 തുടക്കത്തിൽ ട്രംപ് വീണ്ടും അധികാരമേറ്റ ശേഷം ഇരുവരും തമ്മിലുള്ള 6ാമത്തെ കൂടിക്കാഴ്ചയാണിത്. US മുന്നോട്ട് വെച്ച ഗാസ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ച. ഗാസയുടെ പുനർനിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് ഹമാസ് പൂർണ്ണമായിട്ടും ആയുധം താഴെ വയ്ക്കണമെന്ന് നെതന്യാഹു ചർച്ചയിൽ ആവർത്തിച്ചു. ഗാസയിൽ ഒരു സാങ്കേതിക സമിതിയെയും ഭരണസമിതിയെയും നിയമിക്കുവാനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ട്രംപിനെ കാണുന്നതിന് മുൻപ് നെതന്യാഹു US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സമാധാനത്തിനായുള്ള സമാധാന സമിതിയിൽ അംഗമായിട്ട് അദ്ദേഹം ഒപ്പുവെച്ചു. ഒക്ടോബറിൽ ആരംഭിച്ച വെടിനിർത്തൽ കരാറിന്റെ 1ാം ഘട്ടം പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് നെതന്യാഹുവിന്റെ US സന്ദർശനം. കഴിഞ്ഞ ആഴ്ച റഫ അതിർത്തി ഭാഗികമായി തുറന്നിരുന്നു. വെസ്റ്റ് ബാങ്കിന് മേൽ ഇസ്രായേൽ നിയന്ത്രണം കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നത്. അതേസമയം ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് കാര്യം ലോകത്തെ അറിയിച്ചത്. ഇന്നത്തെ വിനിമയ നിരക്ക്: ഒരു പൗണ്ടിന് ഇന്ത്യൻ രൂപ 123 രൂപ 40 പൈസ, ഒരു US ഡോളർ 90 രൂപ 59 പൈസ, ഒരു യൂറോ 107 രൂപ 48 പൈസയാണ് ഇന്ത്യൻ വിനിമയ നിരക്ക് എന്ന് പറയപ്പെടുന്നത്. ഒരു കനേഡിയൻ ഡോളർ 66 രൂപ 70 പൈസ. നാഷണൽ ന്യൂസ്. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് പുരോഗമിക്കുന്നു. വ്യാഴാഴ്ച അർദ്ധരാത്രി വരെ നീളുന്ന പണിമുടക്കിൽ രാജ്യത്തെ 10ഓളം ട്രേഡ് യൂണിയനുകളിൽപ്പെട്ട തൊഴിലാളികൾ പങ്കെടുക്കുന്നു. അതേസമയം പണിമുടക്കിന് സർക്കാർ ഡൈസ് നോൺ പ്രഖ്യാപിച്ചു. പണിമുടക്കുന്നവർക്ക് ഇന്നത്തെ ശമ്പളം ലഭിക്കില്ല. കേരളത്തിൽ പണിമുടക്ക് ഹർത്താലിന് തുല്യമായി. പണിമുടക്ക് സമ്പൂർണ്ണമായിരുന്നു കേരളത്തിൽ. US ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനെ 3-4 തവണ താൻ കണ്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് മന്ത്രി പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. IPIൽ തന്റെ മേലധികാരിയായിരുന്ന ടെർജെ റോഡ് ലാർഷന് എപ്സ്റ്റീനെ അറിയാം. അങ്ങനെയാണ് താൻ എപ്സ്റ്റീനെ കണ്ടിട്ടുള്ളത്. അതും IPIയുടെ ഭാഗമായി മാത്രം. ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പൊതുമാധ്യമത്തിൽ ലഭ്യവുമാണ്. 8 വർഷത്തിനിടയിൽ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ആകെ 2 പരാമർശങ്ങൾ മാത്രമാണ് തന്നെക്കുറിച്ച് വന്നിട്ടുള്ളത് എന്നും ഒന്ന് ഒരു ഇമെയിൽ സന്ദേശവുമായി ബന്ധപ്പെട്ടാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗിക കുറ്റകൃത്യത്തിനായിട്ട് ദുരുപയോഗിച്ചു എന്നതാണ് എപ്സ്റ്റീന്റെ പേരിലുള്ള കേസ്. താൻ നടത്തിയിട്ടുള്ള ആശയവിനിമയങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ളതല്ല. ലിങ്കിൻ മേധാവിയായിരുന്ന റെയ്ഡ് ഹോഫ്മാൻ അയച്ച ഇമെയിൽ സന്ദേശമാണ് എപ്സ്റ്റീനും പകർപ്പായി കൈമാറിയത്. ഇന്റർനെറ്റ് അധിഷ്ഠിത സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ന് ഇന്ത്യ എക്കാലത്തോളം വലിയ അവസരങ്ങളാണ് തുറന്നിടുന്നത് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ആ ഇമെയിൽ സന്ദേശം. എപ്സ്റ്റീന്റെ പ്രവൃത്തികളിൽ ഒരു താല്പര്യവുമില്ലാത്ത ആളാണ് താൻ. അവരെ സംബന്ധിച്ച് തന്നെ കുറിച്ച് പറയുന്നത് താൻ അവർക്ക് പറ്റിയ ആളല്ല എന്നും അത് അവർക്ക് തന്നെ അറിയാമെന്നും തനിക്ക് ഇരട്ട മുഖമാണ് എന്നാണ് എപ്സ്റ്റീൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന് മന്ത്രി പറഞ്ഞു. രാഹുൽ ഇത് സംബന്ധിച്ച ഇമെയിലുകൾ വായിക്കണമെന്നും ഹർദീപ് സിംഗ് പുരി പറയുന്നു. 2009-2013 കാലത്ത് ന്യൂയോർക്കിൽ UN ആസ്ഥാനത്ത് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്നു മന്ത്രി ഹർദീപ് സിംഗ് പുരി. ദേശീയ ഗാനത്തിന് തുല്യമായ പദവി ദേശീയ ഗീതത്തിനുമെന്ന് ഭരണഘടനാ സഭയിൽ ഉണ്ടായ തീരുമാനത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതാണ് വന്ദേമാതരം. ഇത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ ഉത്തരവും അതുപോലെയാണ്. എന്നാൽ ഇതേ ചൊല്ലിയുള്ള വിവാദങ്ങൾ വീണ്ടും തുടരാനും വേണ്ടത്ര ചേരുവ അതിലുണ്ട് താനും. വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗമാണ് ദേശീയ ഗീതമായി അംഗീകരിച്ച് ഇതുവരെ പാർലമെന്റിൽ ഉൾപ്പെടെ ആലപിച്ചിരുന്നത്. ആരാധനാമൂർത്തികളെ പരാമർശിക്കുന്നതും യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള സ്വഭാവമുള്ളതുമായ 2ാം ഭാഗം ഒഴിവാക്കുക എന്നത് ദേശീയ നേതാക്കൾ 1930കളിലെടുത്ത തീരുമാനമായിരുന്നു.
മഹാത്മാഗാന്ധിയും മഹാകവി രവീന്ദ്രനാഥ ടാഗോറും ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയും അതിനുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണ വന്ദേ മാതരത്തെ ഔദ്യോഗികമാക്കുമ്പോൾ ഭരണഘടനാ ശില്പികൾ എടുത്ത തീരുമാനമാണ് ലംഘിക്കപ്പെടുന്നത്. സ്കൂളുകളിൽ വന്ദേ മാതരം ആലപിക്കണമെന്നും നിർബന്ധിക്കുന്നില്ല. അപ്പോഴും വന്ദേ മാതരം പാടാൻ താല്പര്യമുള്ളവരും ഇല്ലാത്തവരും, പൂർണ്ണ വന്ദേ മാതരം പാടുന്നവരും പാടാത്തവരും എന്നിങ്ങനെയുള്ള വേർതിരിവിന്റെ അപകടം വേണ്ടത്ര ഉണ്ടാക്കുന്നതാണ് പുതിയ നടപടി. കഴിഞ്ഞ നവംബറിൽ യുപിയിലെ സർക്കാർ സ്കൂളുകളിൽ വന്ദേ മാതരം ആലാപനം നിർബന്ധമാക്കിയിരുന്നു. ഏതാനും ദിവസത്തിനകം അലിഗഡിലെ ഒരു സ്കൂളിൽ അധ്യാപകൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് വന്ദേ മാതര ആലാപനത്തെ എതിർത്തെന്ന കാരണത്താലാണ്. ത്രിവർണ പതാകയും ദേശീയ ഗാനവും ഉൾപ്പെടെയുള്ള ദേശീയ ചിഹ്നങ്ങൾക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണമുണ്ട്. ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നവർക്കുള്ള ശിക്ഷ 1971 നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വന്ദേ മാതരം ആലാപനവും ഗീതത്തിന്റെ പൂർണ്ണരൂപവും സംബന്ധിച്ച വ്യവസ്ഥകൾ സർക്കാർ ഉത്തരവിലൂടെയാണ് പ്രാബല്യത്തിലാക്കിയിരിക്കുന്നത്. ഉത്തരവ് ലംഘിച്ചെന്ന് ആരോപണമുണ്ടായാൽ എന്ത് നടപടിയെന്ന് വ്യക്തതയില്ല. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കേണ്ടത് പൗരരുടെ മൗലിക കടമയാണ് എന്ന് ഭരണഘടനയുടെ 51A പ്രകാരം ആ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ദേശീയ ഗീതത്തെ അതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഭരണഘടന ഭേദഗതി ആവശ്യമാണ്. SNDP യോഗം തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യ വോട്ടവകാശം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. മുഴുവൻ അംഗങ്ങൾക്കും വോട്ടവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. കേസിൽ SNDP ജനറൽ സെക്രട്ടറി തടസ്സ ഹർജി ഫയൽ ചെയ്തു. SNDP യോഗം തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യ വോട്ടവകാശം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. 200 പേർക്ക് ഒരു പ്രതിനിധി എന്ന രീതിയിലുള്ള വോട്ടവകാശമാണ് അസാധുവാക്കിയത്. മുഴുവൻ അംഗങ്ങൾക്കും വോട്ടവകാശം നൽകാനായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി. യോഗത്തിന് സംസ്ഥാന നിയമമാണ് ബാധകമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഈ വിധി റദ്ദാക്കിക്കൊണ്ട് SNDP യോഗത്തിന് ബാധകമാകുന്നത് കേന്ദ്ര കമ്പനി നിയമമോ കേരള നോൺ ട്രേഡിംഗ് കമ്പനി നിയമമോ എന്നതിൽ തീരുമാനമെടുക്കുവാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. കേന്ദ്ര സർക്കാർ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നതായിരുന്നു ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. ഇതിനെതിരെ വി വിജയകുമാർ അടക്കം 2 പേരാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. അഭിഭാഷകൻ ജെയിംസ് പി തോമസ് ആണ് അപ്പീൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത്. ഇതിനിടെ കേസിൽ തടസ്സ ഹർജിയുമായിട്ട് SNDP ജനറൽ സെക്രട്ടറി സുപ്രീം കോടതിയെ സമീപിച്ചു. തങ്ങളുടെ വാദം കേൾക്കാതെ ഉത്തരവ് പറയരുത് എന്നാണ് തടസ്സ ഹർജിയിലെ ആവശ്യം. അഭിഭാഷകൻ റോയ് എബ്രഹാമാണ് തടസ്സ ഹർജി ഫയൽ ചെയ്തത്. പമ്പാ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലെ വരവ് ചെലവ് കണക്കുകൾ കണ്ടെത്തിയ പൊരുത്തക്കേടുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഓഡിറ്റ് വകുപ്പും വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി. സ്വതന്ത്ര ഓഡിറ്റിംഗിൽ കണ്ടെത്തിയ പൊരുത്തക്കേടുകളിൽ ഫെബ്രുവരി 27 വിശദീകരണം നൽകാനാണ് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടത്. ബോർഡിന് വേണ്ടിയിട്ട് വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് എന്ന ചാർട്ടേഡ് അക്കൗണ്ട് സ്ഥാപനമാണ് ഓഡിറ്റിംഗ് നടത്തിയത്. അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ അവർക്ക് ടെൻഡർ ഇല്ലാതെ കരാർ ചെയ്തത് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിഥികൾക്ക് നൽകാനായി 4100 പാക്കറ്റ് വീതം അപ്പം, അരവണ, വിഭൂതി, മഞ്ഞൾ, കുങ്കുമം, ആടിയ ശിഷ്ടം, നെയ്യ്, 1 കിലോ ചന്ദനം എന്നിവ കരുതിയിരുന്നു. ഇവയുടെ തുക ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ഉപകരാർ കൊടുത്തതിന്റെ ബില്ലുകൾ ഓഡിറ്റിംഗിന് കിട്ടിയിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. GST, ഇൻപുട്ട് ടാക്സ് ഇനങ്ങളിലും പൊരുത്തക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കോടതി വിശദീകരണം തേടിയത്. അയ്യപ്പ സംഗമത്തിനുള്ള തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നാണ് സർക്കാരും ബോർഡും പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും സാധിക്കാതെ വന്നതോടെ ബോർഡിന് 3,40,00,000 രൂപ ചെലവഴിക്കേണ്ടി വന്നു. 5 കോടി രൂപയാണ് സംഗമത്തിന് ആകെ ചെലവ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 6 കോടിയിലേറെ ചെലവായതായി ഓഡിറ്റിംഗിൽ പറയുന്നു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം. ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. യുവതിയെ മാനസികമായി തളർത്തി ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു തുടങ്ങിയ വാദങ്ങൾ ഉയർത്തി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നായിരുന്നു രാഹുലിന്റെ പ്രധാന വാദം. മാത്രമല്ല, വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്ന ആരോപണം നിലനിൽക്കില്ല എന്നും പ്രതിഭാഗം വാദിച്ചു. സാക്ഷികളെ സ്വാധീനിക്കരുത്, ഫോൺ ഹാജരാക്കണം, ശനിയാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആദ്യ ബലാത്സംഗ പരാതിക്ക് പിന്നാലെ മറ്റു 2 പരാതികൾ കൂടി രാഹുലിനെതിരെ വന്നിരുന്നു. ബംഗളൂരിൽ നിന്ന് ഒരു യുവതി KPCC അധ്യക്ഷന് മെയിൽ മുഖാന്തരം പരാതി അയക്കുകയായിരുന്നു. ഈ പരാതി പോലീസിന് കൈമാറുകയും അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. നിലവിൽ വിദേശത്തുള്ള പത്തനംതിട്ട സ്വദേശിനിയാണ് 3ാമത്തെ പരാതി നൽകിയത്. ഈ പരാതിയെ തുടർന്നാണ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തിരുന്നത്.
UDF പുതുയുഗ യാത്രയുടെ കുറ്റ്യാടിയിലെ സ്വീകരണ ചടങ്ങിൽ ഷാഫി പറമ്പിൽ MPയെ സംസാരിക്കാൻ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് വേദിയിലുണ്ടായ പിടിവലി സംഭവത്തിൽ പ്രതികരണവുമായിട്ട് കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ രംഗത്ത്. വാർത്ത മുഴുവൻ വാസ്തവ വിരുദ്ധമാണ് എന്നും അവിടെ നടന്നതൊരു സ്നേഹത്തള്ളലായിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സൈബർ ആക്രമണം നടത്തി CPM ജാഥയുടെ ശോഭ നശിപ്പിക്കുകയാണ് എന്ന് കൂടി പ്രവീൺ കുമാർ ആരോപിച്ചു. സൈബർ ആക്രമണത്തിന് പിന്നാലെ പോകരുത്, ജാഥയുടെ പോസിറ്റീവ് ചർച്ച ചെയ്യുകയാണ് വേണ്ടത് എന്നും ഞങ്ങളുടെ അടുത്ത് ഒരു കൺഫ്യൂഷനും ഉണ്ടായിട്ടില്ലെന്നും പ്രവീൺ കുമാർ പറയുന്നു. ഷാഫിക്ക് ഒരു നീരസവും ഉണ്ടായിട്ടില്ല. പ്രവർത്തകർ ഷാഫിയെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിളിക്കരുത് എന്ന് പറഞ്ഞ് സ്നേഹത്തള്ളൽ നടത്തിയതാണ്. വേദിയിലുണ്ടായിരുന്ന ആരും തന്നെ താഴെ വീണിട്ടില്ല. കുറ്റ്യാടിയിലെ സ്റ്റേജിൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ആളുകൾ കൂടുന്നത് അല്ലെങ്കിൽ കൂടുതൽ വന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് പിന്നീടുള്ള സ്റ്റേജിൽ നിയന്ത്രിച്ചിരുന്നു. ഞങ്ങളുടേത് വലിയൊരു ജനാധിപത്യ പാർട്ടിയല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. UDF പുതുയുഗ യാത്രയുടെ കുറ്റ്യാടിയിലെ സ്വീകരണ ചടങ്ങിലായിരുന്നു ഷാഫി പറമ്പിൽ MPയെ സംസാരിക്കാൻ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിടിവലി ഉണ്ടായത്. ജാഥ ലീഡർ VD സതീശനെ സംസാരിക്കാനായിട്ട് അധ്യക്ഷൻ DCC സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രമോദ് കക്കട്ടിൽ വിളിച്ചപ്പോഴാണ് ഈ സംഭവം ആരംഭിക്കുന്നത്. ഈ സമയത്ത് ഷാഫിയെ കണ്ട പ്രമോദ് കക്കട്ടിൽ അദ്ദേഹത്തെ സംസാരിക്കാനായി ക്ഷണിക്കാൻ ശ്രമിച്ചുവെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് ഷാഫി തടയുകയായിരുന്നു. ഇത് അവഗണിച്ച് പ്രമോദ് മൈക്കിനടുത്തേക്ക് നീങ്ങിയെങ്കിലും ഷാഫി സമ്മതിച്ചില്ല. VD സതീശന്റെ പ്രസംഗം അവസാനിച്ച ശേഷം ഷാഫി സംസാരിക്കണമെന്ന് സദസ്സിൽ നിന്ന് ആവശ്യമുയർന്നു. പ്രമോദ് കക്കട്ടിൽ ഷാഫിയെ ക്ഷണിക്കാനായി മൈക്കിനടുത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഷാഫി തടഞ്ഞു. ഇതോടെ വീണ്ടും പിടിവലിയായി. ഒടുവിൽ ഷാഫിയെ ക്ഷണിക്കുകയും ഷാഫി പെട്ടെന്ന് തന്നെ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു. സ്പോർട്സ്. 2020 ലോകകപ്പിലെ കരുത്തരുടെ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി വെസ്റ്റ് ഇൻഡീസ്. 30 റൺസിനാണ് വിൻഡീസിന്റെ വിജയം. വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ 197 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എന്തിയ ഇംഗ്ലണ്ട് 166 റൺസിന് പുറത്തായി. ലോകകപ്പിലെ വിൻഡീസിന്റെ 2ാം ജയമാണിത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിൻ്റെത് തകർപ്പൻ തുടക്കമായിരുന്നു. മുൻനിര ബാറ്റർമാരെല്ലാം തകർത്തടിച്ചതോടെ ഇംഗ്ലീഷ് പട കുതിച്ചു. ഫിൽ സാൾട്ട്, ജോസ് ബട്ട്ലർ, ജേക്കബ് ബത്തൽ എന്നിവർ മികച്ച തുടക്കം നൽകി. എന്നാൽ വിക്കറ്റുകൾ വീഴ്ത്തി വിൻഡീസ് തിരിച്ചടിച്ചതോടെ ഇംഗ്ലീഷ് നിര പതറി. 13.5 ഓവറിൽ 131 5 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട്. വിൻഡീസ് ബൗളർമാർ പിടിമുറുക്കിയതോടെ വന്നവരെല്ലാം നിരനിരയായി മടങ്ങി. സാം കറൻ മാത്രമാണ് അല്പമെങ്കിലും പൊരുതിയത്. താരം 30 പന്തിൽ നിന്ന് 43 റൺസ് എടുത്ത് പുറത്താവാതെ നിന്നു. എന്നാൽ ടീം 19 ഓവറിൽ 166 റൺസിന് പുറത്തായി. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ് എടുത്തിരുന്നു. ഷെർഫൻ റൂദർ റോഫോർഡിന്റെ അർദ്ധ സെഞ്ചുറിയാണ് വിൻഡീസിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. താരം 42 പന്തിൽ നിന്ന് 76 റൺസ് എടുത്തു. 2 ഫോറുകളും 7 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ഇന്നിംഗ്സ്. ഓപ്പണർമാരായിട്ടുള്ള ബ്രാൻഡഡ് കിങ്, ഷായ് ഹോപ്പ് എന്നിവർ നിരാശപ്പെടുത്തിയെങ്കിലും പിന്നീട് ഇറങ്ങിയവർ ഭേദപ്പെട്ട ഇന്നിംഗ്സ് കാഴ്ചവെച്ചതോടെയാണ് വിൻഡീസ് സ്കോർ 190 കടന്നത്. ഷിംറോൺ ഹിറ്റ്മെയർ, റോസ്റ്റൺ ചേഴ്സ് എന്നിവർ തിളങ്ങി നിന്നു. 17 പന്തിൽ നിന്ന് 33 റൺസുമായി ജോസൻ ഹോൾഡർ വെടിക്കെട്ട് നടത്തി. ഇംഗ്ലണ്ടിനായിട്ട് ജാമി ഓവർട്ടണും ആദിൽ റഷീദും 2 വീതം വിക്കറ്റുകൾ എടുത്തു. ഇനി പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിട്ടനിൽ നടന്ന അഭിപ്രായ സർവേയിൽ കെയർ സ്റ്റാർമറെയും നെയ്മൽ ഫരാജിനെയും പിന്നിലാക്കി കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബൈഡ്നോക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് 1ാമത്. ജനപിന്തുണയുടെ കാര്യത്തിൽ എന്നാൽ കൺസർവേറ്റീവ് പാർട്ടി ഫരാജിന്റെയും ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കും പുറകിൽ 3ാമത്. കൺസർവേറ്റീവ് പാർട്ടിക്ക് 21%, ലേബർ പാർട്ടിക്ക് 23%, നൈജൽ ഫറാജിന്റെ പാർട്ടിയെ പിന്തുണച്ചത് 30% പേരും. പ്രഭുസഭയിലും സ്റ്റാർമർക്ക് തിരിച്ചടി. UK-യിൽ പുതിയ ഇമിഗ്രേഷൻ നിയന്ത്രണം വരുന്നു. പുതിയ ഇമിഗ്രേഷൻ നിയന്ത്രണം കുടുംബാംഗങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കേണ്ട അവസ്ഥ വന്നു ചേരുമെന്ന് ഭയന്ന വിദേശ നഴ്സുമാർ. പുതിയ കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ ലേബർ പാർട്ടി MPമാർക്കിടയിൽ ഭിന്നത. UK-യിൽ ജീവിക്കുന്ന 3 ലക്ഷത്തിലധികം കുട്ടികൾ അവർക്ക് PR ലഭിക്കാൻ 10 വർഷക്കാലം കാത്തിരിക്കേണ്ടി വരും. ജീവിതം ദുരിതപൂർണമായ 50,000-ത്തിലധികം നഴ്സുമാർ ബ്രിട്ടൻ വിടാൻ ഒരുങ്ങുന്നു. ഇന്ത്യ UK-യുമായും നോർത്തേൺ അയർലൻഡുമായും പുതിയ കരാറിൽ ഒപ്പുവെച്ചു. സാമൂഹ്യ സുരക്ഷയുമായും അതിനുള്ള പണവിഹിതമായും ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് പുതിയ കരാർ. താൽക്കാലിക അടിസ്ഥാനത്തിൽ UK-യിലോ നോർത്തേൺ അയർലൻഡിലോ ജോലിക്ക് പോകുന്ന ഇന്ത്യക്കാർക്ക് പുതിയ കരാർ പ്രകാരം നാഷണൽ ഇൻഷുറൻസ് വിഹിതം നൽകേണ്ടി വരില്ല. ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് ഇരട്ട സാമൂഹ്യ സുരക്ഷാ കോൺട്രിബ്യൂഷൻ ഇനി മുതൽ നൽകേണ്ടതില്ല. ലൈംഗികാതിക്രമ കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കേസിൽ അറ്റോർണി ജനറൽ പാം ബോണ്ടിയെ ഹൗസ് ജുഡീഷ്യൽ കമ്മിറ്റി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. എപ്സ്റ്റീൻ ഇരകളോട് മാപ്പ് പറയണമെന്ന് ബോണ്ടിയോട് ആവശ്യപ്പെട്ട ഡെമോക്രാറ്റിക് അംഗം പ്രമീള ജയ്പാൽ ഫെഡറൽ അന്വേഷണം പര്യാപ്തമല്ലെന്നും ഇരകളെ കൈകാര്യം ചെയ്ത രീതിയിൽ
വലിയ പരാജയമാണ് ഉണ്ടായതെന്നും എപ്സ്റ്റീൻ കേസിലെ പരാതിക്കാരി വെർജീനിയ ജിഫ്രയുടെ സഹോദരൻ സ്കൈറോത്ത്. കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകൾ റദ്ദാക്കുന്നതിനുള്ള പ്രമേയം യുഎസ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് അംഗീകരിച്ചു. പ്രമേയം പാസ്സായത് 219-211 എന്ന ഭൂരിപക്ഷത്തിൽ. വോട്ടെടുപ്പ് നടന്നത് ട്രംപിന്റെ ശക്തമായ മുന്നറിയിപ്പുകളെ അവഗണിച്ച്. 6 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഡെമോക്രാറ്റുകൾക്കൊപ്പം വോട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം കാനഡ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഏർപ്പെടുത്തിയത് 35% തീരുവ. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് പുരോഗമിക്കുന്നു. ഇന്ന് അർദ്ധരാത്രി വരെ നീളുന്ന പണിമുടക്കിൽ രാജ്യത്തെ 10ഓളം ട്രേഡ് യൂണിയനുകളിൽ ഉൾപ്പെട്ട തൊഴിലാളികൾ പങ്കെടുക്കുന്നു. പണിമുടക്കിന് സർക്കാർ ഡൈസ് നോൺ പ്രഖ്യാപിച്ചു. പണിമുടക്കുന്നവർക്ക് ഇന്നത്തെ ശമ്പളം ലഭിക്കില്ല. കേരളത്തിൽ പണിമുടക്ക് സമ്പൂർണ്ണം. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ കുമ്പസാരം. യുഎസിലെ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനെ 3-4 തവണ താൻ കണ്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കി ഹർദീപ് സിംഗ് പുരി. താൻ എപ്സ്റ്റീനെ കണ്ടിട്ടുള്ളത് IPAയുടെ ഭാഗമായി മാത്രമാണെന്നും 8 വർഷത്തിനിടയിൽ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ആകെ 2 പരാമർശങ്ങൾ മാത്രമാണ് തന്നെ കുറിച്ച് വന്നിട്ടുള്ളതെന്നും പെട്രോളിയം മന്ത്രി. ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും മന്ത്രി. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. അയ്യപ്പ സംഗമത്തിലെ വരവ് ചെലവ് കണക്കുകളിൽ കണ്ടെത്തിയ പൊരുത്തക്കേടുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഓഡിറ്റ് വകുപ്പും വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി. അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് അവകാശം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നൽകിയത് ടെൻഡറില്ലാതെ. പൊരുത്തക്കേടുകളിലെ വിശദീകരണം ഫെബ്രുവരി 27-നകം നൽകണമെന്ന് കോടതി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.